ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉസ്താദിൻ്റെ ചോറിൻ്റെ തലേന്ന് കേട്ടോ, അന്ന് കുറച്ച് സാധനമെല്ലാം ആവശ്യമുണ്ടായിന്, അതെല്ലാം വാങ്ങിയിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം കുറച്ച് ഉസ്താദിൻ്റെ ചോറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും പിന്നെ നമ്മൾ ഉസ്താദിൻ്റെ ചോറ് കൊടുക്കുന്ന ദിവസവും കുറച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. ഇതിപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലത്തേക്ക് സാമ്പാറിന് ആവശ്യമുള്ള തേങ്ങയെല്ലാം വറുത്ത് കേട്ടോ, വറുത്തിട്ട് അരച്ചിട്ട് വെക്കുന്നതാണ്. തേങ്ങ വറുത്തിട്ടായിട്ടുണ്ട് കേട്ടോ, സാമ്പാറിന് വേണ്ടിയിട്ടുള്ള അത് അമ്മിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അരച്ച തേങ്ങ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ അവിടെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഡ്ഡലിയും ചട്നിയും പിന്നെ സാമ്പാറാക്കാനാണ്. അപ്പോൾ ഉമ്മ ഇഡ്ഡലിയെല്ലാം ചുട്ടുകൊണ്ടുണ്ട്. സാമ്പാറിന് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. ഉച്ചക്കേക്കുള്ള ബിരിയാണിക്കുള്ള ചിക്കനും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പരിപ്പ് എടുത്തിട്ട് കഴുകിയിട്ട് ഞാൻ ഫസ്റ്റ് കുക്കറിൽ പരിപ്പിട്ട് വേവിച്ചെടുക്കുന്നതാണ്. നമ്മൾ ഇഡ്ഡലിയും ആയിക്കൊണ്ടുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പരിപ്പ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് വെജിറ്റബിളും പരിപ്പും കൂടി മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ തൈരും കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ അതിലേക്കുള്ള കടുകും വറ്റൽമുളകെല്ലാം ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചട്നിയും കൂടി ഒഴിക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ചട്ടി വച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇട്ടാൽ സാമ്പാർ റെഡിയായി, ചട്നി റെഡിയായി കേട്ടോ.
ഇത് ബിരിയാണിയിലേക്കുള്ള ഉള്ളി മുറിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഉസ്താക്ക് വേണ്ടിയിട്ടുള്ള ചായയും കൂടി ആക്കുന്നുണ്ട്. ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇത് ഉസ്താൻ്റെ പാത്രം കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലേക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പറയുന്നത് നമ്മൾ ഉച്ചക്കേക്കുള്ള ബിരിയാണീൻ്റെ എല്ലാ സാധനങ്ങളും മുറിച്ച് വെച്ചിട്ടും എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇതിപ്പോൾ രാവിലെ ഒരു 8:30 ആ ടൈമാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് പറഞ്ഞ് ഉച്ചക്കേക്കുള്ള ഫുഡ് വേണ്ട, രാത്രി വൈകുന്നേരം മാത്രം മതി, ഉച്ചക്ക് വേറെ പരിപാടിയുണ്ട്. അങ്ങനെ ഉച്ചക്കേക്ക് പിന്നെ ബിരിയാണിക്ക് ആക്കി വെച്ചെല്ലാം ഫ്രിഡ്ജിൽ ഉള്ളിയും തക്കാളിയും മസാല ആക്കി വെച്ചതെല്ലാം, മസാല വെച്ചാൽ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ആക്കി വെച്ചെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് രാത്രി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഉസ്താൻ്റെ ഫുഡായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ട ചിക്കനും പൊരിക്കാൻ വേണ്ടി ചിക്കനെല്ലാം മസാല ഒരുക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോൾ അതെല്ലാം പുറത്തെടുത്താൽ മതിയല്ലോ. ഇതിപ്പോൾ പൊരിക്കാനുള്ള ചിക്കന് മസാല ഒരുക്കിയിട്ട് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതാണ് കേട്ടോ. അതിൽ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഉച്ചയെല്ലായിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഒരു ചപ്പാത്തി കൊണ്ടുള്ള ഇറാനിപ്പോളിയും പിന്നെ പഴംപൊരിയും ആക്കാൻ വിചാരിച്ച് ചായക്ക്. ഇനിയിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഇറാനിപ്പോളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുന്നതാണ്. ഉള്ളിയെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇതാണ് കേട്ടോ മസാല. ഇപ്പോൾ 2 മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ചപ്പാത്തി പാക്കിലാണ് കേട്ടോ. ചപ്പാത്തി കിട്ടുമല്ലോ പാക്കറ്റ്, ചപ്പാത്തിനോടാണ് ചുടുന്നുള്ളത്. അപ്പം മുട്ടയിൽ മുക്കിയിട്ട് ഓരോ ചപ്പാത്തി വെച്ച് അതിൻ്റെ മുകളിൽ മസാല ഇട്ട് അങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പഴംപൊരിയും ചുട്ടുകൊണ്ടുണ്ട് കേട്ടോ. ചാർജറിൻ്റെ ഒന്ന് ഫോണെന്നാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതല്ല. നമ്മൾ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉസ്താക്ക് കൊടുക്കുന്നുള്ളതാണ് കേട്ടോ. ഇതാ ഇപ്പോൾ വൈകുന്നേരത്തെ ചായ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വൈകുന്നേരം ബിരിയാണിക്ക് വേണ്ട മസാല ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 8 മണി ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ തന്നെ വരും കേട്ടോ ഫുഡിന്. അപ്പോഴത്തേക്ക് രാത്രിയിലത്തെ ഫുഡ് റെഡി ആവണം. അപ്പോൾ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് ബിരിയാണിക്കുള്ള. ചിക്കനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഓയിൽ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മസാല റെഡിയാക്കുന്നുണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ മുറ്റത്ത്. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കനും കൂടി ഇടുന്നുണ്ട്.
ഇപ്പോൾ ചോറ് വെക്കുന്നതാണ്. എല്ലാ അരിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ പൊരിച്ച ഓയിലുണ്ടല്ലോ, അതിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ബിരിയാണീൻ്റെ ചോറിലേക്കുള്ള വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ. ഇതാ നമ്മൾ ചിക്കനും പൊരിഞ്ഞുകൊണ്ടുണ്ട്. ഇത് ഉസ്താക്ക് കട്ടൻ ചായ ആണ് കേട്ടോ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരിയും കൂടി ഇട്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കനാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത വറ്റൽ മുളകില്ലേ അതും പിന്നെ പച്ചമുളക് പൊരിച്ചിട്ട് ഈ വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തതാണ്. പിന്നെ ഇത് നമ്മളെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദമ്മിടുന്നതാണ്. ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉസ്താൻ്റെ കൊണ്ടുപോകേണ്ട പാത്രത്തിലേക്ക് മാറ്റുന്ന ഉസ്താദെല്ലാം എടുത്തേക്കെന്നുള്ളതാണ്. ഉസ്താൻ്റെ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടായി. ഉസ്താൻ്റെ ഫുഡും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.